അത് പോണേ ഇത് ഫാറിന്റെ തല മാറ്റം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ബോഗെയിൻവില്ല കടലാസ് ചെടിയുടെ പ്ലാന്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗൂഡല്ലൂർ ഉൾഭാഗത്തേക്കുള്ള കുറച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നേ പെർമിഷൻ മേടിച്ച 2-3 സ്ഥലങ്ങളുണ്ട്. അവിടെ പോയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അതിൻ്റെ വീഡിയോസ് ബാക്കി കാണാം. എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ എൻ്റെ 3 സുഹൃത്തുക്കൾ കൂടിയുണ്ട്. സുജിത്ത്, ക്യാമറാമാൻ ഷിജു, ജ്യോതിഷ്. ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ അവരിങ്ങനെ ബുഷിയായിട്ട് നിർത്തിയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതവർ കൊടുക്കൊന്നുമില്ല, ചോദിച്ചു നോക്കാം, നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. പൈസയൊക്കെ കൊടുത്തിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് മേടിക്കാം. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ. അപ്പോൾ ഈ പ്ലാന്റിനെ കുറിച്ച് എല്ലാവരും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്ലാന്റ് എടുക്കാനുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് ഒന്ന് പോകാം. ഇതാണ് നമ്മളെ ഏട്ടൻ്റെ വീട്ടിലാണ് 2-3 കളക്ഷൻ ഉള്ളത്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഏട്ടൻ നമ്മളോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഏട്ടാ, ഞങ്ങൾ പോയി എടുക്കാം. ഓക്കെ, ഞാൻ അവിടെ ഞങ്ങൾ പോയി വരാം. ഏട്ടൻ ഫ്രീ ആകുമ്പോൾ വന്നാൽ മതി. ഓക്കെ. പണിയല്ലേ, ഞങ്ങൾ കടലാസ് ചെടിയുടെ വേരെടുക്കാം. മുള്ളുചെടി ഇല്ലേ, അതിന് പേര് ഇവിടെ ഏട്ടൻ്റെ പറമ്പില്. വീട് ഇവിടെ തന്നെ ലാസ്റ്റ് വീടില്ലേ, അയാളെ ആദ്യത്തെ അത് ചട്ടിയിലാണ് അല്ല, ആ സൈഡിൽ അതില്ലേ. നിങ്ങളിവിടെ വേറെ ഉണ്ടോ കളക്ഷൻ? ഇവിടെ എവിടെ ഉണ്ടോ അങ്ങനെ ചെടി? പുള്ളില്ലേ, മുള്ളുകേരി നമ്മളെ പൂണ്ടാവും. അതാ വലുതല്ലേ, അതെടുക്കാൻ പറ്റില്ല. നമുക്കതിന്റെ വേരടക്കം എടുക്കണം. ഇവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ പറമ്പിൽ താഴെ 3 ഉണ്ട്. അതെടുക്കാൻ പാടില്ല. വീട്ടിൽ തന്നെ, വീട്ടിൽ ഞാൻ നിലമ്പൂർ. ശരി, അവിടെ പോയോട്ടെ. ഈ ഒരു പ്ലാന്റ് ഞങ്ങൾ ഏകദേശം ഒരു 3 മാസം മുന്നേ ഇവിടെ നിൽക്കുന്നത് കണ്ടിരുന്നു.
ഞാനത് ചോദിച്ചു പോയതുമാണ്. തിരിച്ചു വന്നപ്പോൾ ഇത് കാണാനില്ല. അപ്പോൾ ഏട്ടൻ ഇത് ഇവിടുന്ന് മുറിച്ച് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ മാറ്റിയിട്ടുണ്ട്, ഏകദേശം 3 മാസം മുന്നേ. ഇപ്പോഴിത് നോക്കുമ്പോൾ ഇവിടെ വരെയുള്ള പച്ചപ്പ് ഇവിടുന്ന് അങ്ങോട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്താ അറിയോ, നിങ്ങൾ അവിടെ ഇട്ടില്ലേ ആ സമയത്ത് ഇവിടെ വരെ ഉണ്ട് പച്ചപ്പ്. അതാണ് ആ കിളിപ്പ് വന്നത്. ഇവിടെ ചെറുതായിട്ടുണ്ട് കേട്ടോ. ഈ കിളിപ്പ് വന്നാൽ കൊണ്ടാ കുഴപ്പമില്ല. ഇത് ഞാൻ സേവ് ചെയ്തിടാം, ഞാൻ വിളിക്കാം. തള്ളു തള്ളു നീ തള്ളു സങ്കടാകാണ് ഇത് പോകുമ്പോഴേ. അത് പോണേ, ഇത് ഫയറിന്റെ തല മാറ്റി തള്ളിപ്പിടി. ഭാരമുണ്ട്, അതാ ഞാൻ പറഞ്ഞേ. അത് പാരം പിടിച്ചേ, പിടിച്ചാ പിടിച്ചാ പാരം പിടിച്ചു. ഒന്നുകൂടി കിട്ടിയടാ, കെട്ടി വലിക്കണ കയറി അവനാ ഒറ്റ പേര് പറഞ്ഞാൽ നീണ്ടിരിക്കുകയാണെങ്കിൽ ഇതിനടി ആ മുറുക്കി ഇത്ര ഉണ്ടല്ലോ ഇതിന്റെ ക്ലിക്ക് നോക്കാം. ഇവിടെ ഇത്ര എടുക്കുക ഇത്ര അപ്പോൾ ഏകദേശം സമയം ഉച്ച കഴിഞ്ഞു. സമയം ഒരുപാട് വൈകി. ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേണം അടുത്ത ഫസ്റ്റ് നമ്മൾ എടുത്തു വെച്ച ആ ഒരു സ്ഥലത്തെത്തിയിട്ട് അതുകൂടെ കളക്ട് ചെയ്ത് പോകാൻ. ചോറുണ്ടോ? ചോറ് ഭക്ഷണം
എന്തല്ലേ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കളക്ഷൻ പൂർണ്ണമായി. ഏകദേശം ഒരു 10-15ഓളം നല്ല ഷേപ്പുള്ള പീസുകൾ ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ബോൺസായി മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നതിന് പുറമെ ഞങ്ങളത് എൻജോയ് ചെയ്തു. നല്ല രീതിയിൽ ഞങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു. യാത്ര അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടാണ് പോരുന്നത്. അങ്ങനെ ഇതിന് മുന്നേ ഞാൻ ഹണ്ടിങ് മെറ്റീരിയലിന് പോയ വീഡിയോസ് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പ്ലാന്റ്സുകളെല്ലാം പോട്ടിലാക്കാനുള്ള പരിപാടിയിലാണ്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് വീട്ടിലെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് അത് ഇറക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പ്ലാന്റ്സ് എല്ലാം ഇതുപോലെ മഴ നനയാത്ത വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് നമ്മൾ സൈഡിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അതിന് പോട്ടി മിക്സായിട്ട് നമ്മൾ എടുക്കുന്നതിൽ വളം ഒരിക്കലും ആഡ് ചെയ്യാൻ പാടില്ല. മണ്ണ്, മണൽ, അതുപോലെ അതിൽ ചകിരിച്ചോറ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നല്ല രീതിയിൽ ഫസ്റ്റ് തന്നെ നനച്ചു കൊടുക്കുക. പിന്നീട് ആ നനവ് ശരിക്കും ഉണങ്ങി പോകുന്നതുവരെ നമ്മൾ അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്ലാന്റിനെ കെയർ ചെയ്ത് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.